ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. സ്കൂൾ അങ്കണങ്ങൾ പച്ചപ്പണിയാൻ കതിർ കാർഷിക ക്ലബ്ബുകൾ. വിദ്യാലയമുറ്റങ്ങൾ കൃഷിമുറ്റങ്ങളായി കതിരണിയുന്ന വർണ്ണാഭമായ കാഴ്ചകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കതിർ കാർഷിക ക്ലബ്ബുകൾ വിദ്യാലയങ്ങളിൽ ഇടം പിടിക്കുകയാണ്. വിദ്യാഭ്യാസത്തിനൊപ്പം സർഗാത്മക കഴിവുകൾ മാറ്റുരയ്ക്കാനുള്ള ഇടം എന്നതിലൊക്കെ ഉപരിയായി കൃഷി എന്താണ്, കൃഷിയുടെ പ്രാധാന്യം എന്താണ്, നാം കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മെ ആരോഗ്യത്തോടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറികൾ വിളയിക്കാനും കൃഷി ചെയ്യാനും കുട്ടിക്കാലം മുതൽ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കാനുമാണ് സ്കൂളുകളിൽ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കതിർ എന്ന പേരിലുള്ള കാർഷിക ക്ലബ്ബുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പുത്തൻ ആശയം കലാലയങ്ങളിലൂടെ നടപ്പിലാക്കുക വഴി വളർന്നുവരുന്ന ഒരു തലമുറയിലൂടെ ഇത് പ്രാവർത്തികമാക്കുവാനും സമൂഹത്തിലെ ഏത് ഉന്നത സ്ഥാനം അലങ്കരിച്ചാലും കൃഷിയെ ഒപ്പം കൂട്ടേണ്ടതിന്റെ പ്രാധാന്യം ഇവരിൽ നിക്ഷിപ്തമായിരിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് ദീർഘവീക്ഷണത്തോടെയുള്ള ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കതിർ കാർഷിക ക്ലബ്ബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയുണ്ടായി. നമുക്ക് അന്നം തരുന്ന കർഷകരെ നമ്മുടെ മാതാപിതാക്കന്മാരെ ആദരിക്കുന്നതുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്ന് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. നമ്മൾ എത്ര വലിയ ഉന്നതങ്ങളിൽ പോയാലും എത്ര വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നാലും നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന, 3 നേരവും നമുക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന കർഷകരെ നമ്മൾ ആദരിക്കണം. നമ്മുടെ മാതാപിതാക്കളെ, അല്ലേ, നമ്മുടെ പിതാമഹനെയും പിതാമഹിയെയും ആദരിക്കുന്നത് പോലെ കർഷകനോടൊരു ആദരവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മളൊരു കർഷകനെ കാണുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിക്കണം, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളാണ്, അല്ലേ, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഈ മണ്ണ് ഇളക്കി മറിച്ച് അതിൽ പൊന്നു വിളയിച്ച് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് നമുക്കത് തരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു സംസ്കാരം വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലുണ്ടാകണം. പ്രകൃതിയോട് ഞാൻ സാധാരണ കുട്ടികളോട് പറയും, നിങ്ങൾ പൊളിറ്റിക്കലാകണം എന്ന് പറയും. പൊളിറ്റിക്കലാകണം എന്ന് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാണെന്നല്ല അതിൻ്റെ അർത്ഥം. പൊളിറ്റിക്കലാകണം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി ആകണമെന്നാണ്. പ്രകൃതിയുമായി ഒരു സൗഹൃദം, പ്രകൃതിയുമായി ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക, ഇല്ലേ? എത്ര ചരാചരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലുള്ളത്. ആ പ്രകൃതിയെ തകർക്കാനുള്ള ഒരു നീക്കത്തെയും നമ്മൾ സമ്മതിക്കുന്നു. അത് നമ്മുടെ വീട്ടുവളപ്പിലായാലും പൊതുനിരത്തിലായാലും പൊതുപ്രദേശങ്ങളിലായാലും ആ പ്രകൃതിയെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. ആ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് നൽകുന്ന ഈ സിഗ്നൽ, ആ സിഗ്നൽ എന്താണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് വരാനിരിക്കുന്ന വലിയ അപകടത്തെ മനുഷ്യൻ്റെ ബുദ്ധിശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ നമ്മളെല്ലാം പങ്കാളികളാണ്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി ശ്രീ ടി സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു.
വിദ്യാലയങ്ങളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത വിദ്യാഭ്യാസ വകുപ്പിനെ കൃഷിമന്ത്രി നന്ദി അറിയിച്ചു. ഇന്ന് കേരളത്തിൽ ഒരു വലിയ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അത് നീണ്ടു നിൽക്കുന്ന പദ്ധതിയാണ്. ഞാൻ ആ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിൽ വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ വകുപ്പും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക. കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൃഷിയുടെ ക്ലബ്ബുകൾ ആവിഷ്കരിക്കാൻ, വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രത്യേകത കൃഷിയിലൂടെ ആവിഷ്കരിക്കാൻ, ഏറ്റവും മനോഹരമായിട്ടുള്ള ലഹരിക്കെതിരായിട്ടുള്ള സർഗാത്മക പ്രതിരോധം വാർത്തെടുക്കാനും ഒക്കെയുള്ള പദ്ധതിയാണ് കദർ. അതോടൊപ്പം ഓണത്തിന് സമൃദ്ധമായിട്ടുള്ള വിഷരഹിത പച്ചക്കറി അത് നമ്മുടെ പറമ്പിലും വീട്ടിലും ക്രമീകരിക്കാനുള്ള നടപടി തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതികളുടെ നടീൽ പ്രവർത്തനം പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രിമാരും നിർവഹിച്ചു. വട്ടത്തിൽ കുഴുകുത്തി നീളത്തിൽ തടമിട്ടിട്ടങ്ങനെ പാവണം ചെഞ്ചീര, വെണ്ണീറാണിയണം ചെഞ്ചീര, വെള്ളം നനയണം ചെഞ്ചീര, മാറോളം പൊന്തണം ചെഞ്ചീര, മറിഞ്ഞു കുനിയണം ചെഞ്ചീര, എങ്ങനെ നുള്ളണം ചെഞ്ചീര, മുട്ടല്ലു നുള്ളണം ചെഞ്ചീര.